समप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। മഹാഭാരതത്തിലെ നായക പ്രതിനായകന്മാരെ കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ വന്ന് സംസ്കൃതം പഠിച്ച യൂറോപ്യൻ അമേരിക്കൻ പണ്ഡിതന്മാരുടെ ഇടയിൽ അവരെ കൊണ്ട് ആവുന്നത്ര അഗാധമായ തരത്തിൽ അത് പഠിക്കുകയും പഠിച്ച് നിഗമനങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഭാരതത്തിൻ്റെ സംസ്കാരത്തെ പ്രദ്യോതിപ്പിക്കത്തക്ക വിധത്തിൽ ഉന്നത ശ്രേണിയിൽപ്പെട്ടതാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. ഇത് പഠിക്കാൻ വരുന്നവർക്ക് അനേകം പരിമിതികളുണ്ടായിരുന്നു. യൂറോപ്യൻ പണ്ഡിതന്മാർക്ക് ആ പരിമിതികളിൽ പ്രധാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞ സമയത്തിനുള്ളിൽ ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം അവർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. എന്നിട്ട് അതനുസരിച്ചാണ് മിഷണറിമാരിവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം ജനങ്ങൾ അവരുടെ ഉദ്ദേശം തന്നെ ഈ സാഹിത്യപരമല്ല, മതപരിവർത്തനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ദൃഷ്ടിയിൽ അതിൽ ഒരു തെറ്റ് ഇല്ല. കാരണം മതപരിവർത്തനം ആവശ്യമാണെന്നുള്ള അഭിപ്രായം, യേശുവിൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ അത് നല്ലതുമാണ്. ഇപ്പോൾ യേശുവിൻ്റെ സന്ദേശത്തിൻ്റെ ആവശ്യമില്ലാത്തവരുണ്ട്, അവരെ അവർ പരിഗണിക്കുന്നുമില്ല. ഇപ്പോൾ മോണിയർ വില്യംസിൻ്റെ തന്നെ സംസ്കൃത ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്, ഇംഗ്ലീഷ് സംസ്കൃത ഡിക്ഷണറി ഉണ്ട്. ഇതൊക്കെ സമർപ്പിച്ചിരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലവന്മാർക്കാണ്. അദ്ദേഹം നമുക്ക് വളരെ അത്ഭുതം തോന്നും. അതിനകത്ത് ഗുണ്ടർട്ട് പിന്നെ വളരെ ചെറിയ ഒരാൾ മാത്രമാണ്. ഈ മോണിയർ വില്യംസിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയ ഒരാളാണ്. ഈ സംസ്കൃതത്തിലെ എല്ലാ വാക്കുകളുടെയും റൂട്ടും കൂടി കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. വലിയ പഠനമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം അതിനൊക്കെ ബിഷപ്പ് കാൽഡ്വെൽ മലയാളത്തിൽ അതെ 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 ഇപ്പം ഇതൊക്കെ അങ്ങനെ ചെയ്ത് അത് നല്ലപോലെ പഠിക്കുകയും ചെയ്ത് ധാതു പാഠം പഠിച്ച് കഴിഞ്ഞിട്ട് ഇത് സമർപ്പിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടൻറ്റിനാണ്. ഈ ചാൾസ് ലാംബ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ സീ ഹൗസ് എന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിന്നെ ബംഗാളിലുണ്ടായിരുന്ന ആദ്യത്തെ ഓഫീസിൻ്റെ പേര്. അവിടുത്തെ ക്ലർക്കായിരുന്നു ചാൾസ് ലാംബ്. അതിൻ്റെ മേധാവി ഒരു അക്കൗണ്ടൻ്റായിരുന്നു. അപ്പം അക്കൗണ്ടൻറ്റിൻ്റെ ധാരണ ലോകത്തിലെ ഏറ്റവും പരിപാവനവും ബുദ്ധിപൂർവമായ കർമ്മം അക്കൗണ്ടൻറ്റിൻ്റെ കർമ്മമാണ്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ആളില്ല. പിന്നെ പൊളിറ്റിക്കലായിട്ട് ബ്രിട്ടനിൽ രാജ്ഞിയുണ്ട്, അവിടെ പ്രധാനമന്ത്രിയുണ്ട് എന്നൊക്കെ ഉള്ളതല്ലാതെ അതിനെക്കാട്ടി വലിയ രാജ്യം വലിയ രാജ്യവുമാണ്. ഈ തൊഴിലിൻ്റെ മേന്മ കൊണ്ട് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ആളെന്ന് അദ്ദേഹം ധരിച്ചിരുന്നു. അങ്ങനെ ധരിച്ചു എന്ന് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ അക്കൗണ്ടന്റ്മാരിൽ വെച്ച് ഏറ്റവും വലിയ അക്കൗണ്ടൻ്റ് ഇദ്ദേഹമാണെന്ന് സ്വയം ധരിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി താങ്ങാൻ നിവൃത്തിയില്ലാതെ ഞാൻ ആ ഓഫീസ് വിട്ടു. അങ്ങനെയാണ് പുള്ളി നോവലിലേക്ക് വന്നത്. പിന്നെ എപ്പോഴും വിളിച്ച് ശകാരിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അങ്ങനെ പുള്ളി സാഹിത്യകാരനായതിൽ പുള്ളി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടിരിക്കുന്നത് ഈ അക്കൗണ്ടൻറ്റിനോടാണ്. ശകാരം. ഞാൻ എത്ര രാവുകൾ ചിന്തിച്ച് നോക്കിയിട്ടും അക്കൗണ്ടൻ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പണ്ഡിതൻ.
സർവ്വ വിഷയങ്ങളെ സംബന്ധിച്ചോ അല്ലാതെ കണക്കിനെ സംബന്ധിച്ചോ. പറയും. ആ അപ്പം അങ്ങനെയാണ് ചാൾസ് ലാംബ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇത്തരം ആളുകളാണ് ഈ വരുന്നത്, അല്ലെങ്കിൽ ഇവരെക്കാൾ കുറച്ചുകൂടി കുടിമൂത്ത ആളുകളാണ് ഈ വരുന്നത്. അപ്പം അവരുടെ കയ്യിലാണ് ഭരണം ഇരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള പണം വേണമെങ്കിൽ അവർ കനിയണം. അതിനാണ് ഈ അവർക്ക് ഇത് സമർപ്പിക്കുന്നത്. ഈ 10-16 വർഷം ജോലി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഡിക്ഷണറി ഈ തെക്കും മുടക്കും അറിഞ്ഞുകൂടാത്ത ആളുകൾ കൊണ്ടുപോയി സമർപ്പിച്ചിരിക്കുന്നത് ഈ പണം കിട്ടാനാണ്. അപ്പോൾ അതിലുള്ള വ്യക്തി പ്രശംസ രാജാക്കന്മാരുടെ കാലത്ത് കേട്ടാൽ പോലും ഛർദ്ദിക്കും. ഇപ്പോൾ പിന്നെ പറയാനുമില്ല. അങ്ങനെ വന്നവർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈസ്രോയി ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആദ്യം പറഞ്ഞത്. ഈ വിൽക്കിൻസിനോട് പറഞ്ഞു, ഇന്ത്യയുടെ സംസ്കാരം നമ്മുടെ ആളുകൾ കണ്ടെത്തിയതുപോലെ അല്ല, അത് വളരെ അഗാധമായ ഒരു സംസ്കാരമാണ്, അത് പഠിച്ചെടുക്കുന്നതും പ്രയാസമാണ്. അതിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ്പാണ് നിങ്ങളുടെ ഈ ഭഗവത്ഗീത തർജ്ജമ. അപ്പം അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം അതിന് സ്വന്തം നിലയിൽ അവതാരിക എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞു. ഇത് അങ്ങേക്ക് സമർപ്പിക്കട്ടെയോ ഈ തർജ്ജമ എന്ന് ചോദിക്കാനാണ് കാവൽ കിടന്ന ഒരാഴ്ച കാവൽ കിടന്നിട്ടാണ് അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. അങ്ങനെ ഇത് വായിച്ചു നോക്കിയപ്പോൾ ഈ വിൽക്കൻസിനോടും വലിയ താല്പര്യം തോന്നി. അല്ലാതെ തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം സ്വന്തം നിലയിൽ സൗകര്യം കിട്ടുമ്പോഴൊക്കെ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിത്തരാം ഇതിന് അവതാരിക, നിങ്ങൾ വേറെ ആളെ ആളെ അന്വേഷിക്കേണ്ട. അങ്ങനെ എഴുതിയപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞു, ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഭാരതം വിട്ട് ബ്രിട്ടീഷുകാർക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ ഭാരതത്തിൻ്റെ നമ്മൾ ഇത്രയും കാലം താമസിച്ച നമ്മളെ ഊട്ടിയ ഭാരതത്തിന് നാം എന്ത് ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്ത ഭൗതിക കാര്യങ്ങളൊന്നും അല്ല നിലനിൽക്കാൻ പോകുന്നത്, ഈ ഭഗവത്ഗീതയുടെ തർജ്ജമയായിരിക്കും. അപ്പോൾ ഈ തർജ്ജമയിലൂടെയാണ് ഭഗവത്ഗീതയെയും ഭഗവത്ഗീത പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരത്തെയും ലോകം അറിയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ഇത് വലിയ വിലമതിക്കാൻ, നിങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത തരത്തിൽ വിലമതിക്കാൻ വയ്യാത്ത ഒരു സേവനമാണ്. ഇന്ത്യയുടെ വിസ്ഡം എടുത്ത് പുറത്തിട്ടു എന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം അതിന് ഈ അവതാരിക എഴുതി കൊടുക്കുന്നത്. ഈ വാറൻ ഹേസ്റ്റിങ്സ് മാത്രമാണ് ഇങ്ങനെ ഭഗവത്ഗീതയെക്കുറിച്ചൊരു അഭിപ്രായം. അല്ലാത്തവർക്കെല്ലാം ഇതെന്തോ മിസ്റ്റിക് കൃതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഇതായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ അഗാധത മനസ്സിലാക്കിയ ഒരാളായിരുന്നു. അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തെ അദ്ദേഹം ഒരിക്കലും താഴ്ത്തി പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സെക്രട്ടറിമാർ, അവിടെ പ്രധാനമന്ത്രിയുടെയും രാജ്ഞിയുടെയൊക്കെ സെക്രട്ടറിമാർ ഭാരതത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ സംസ്കാരത്തെ കാടന്മാരാണ്, അവിടെ അവർക്ക് യാതൊരു ഒളിവുമില്ല. ഈ കാടന്മാരാണെന്ന് പറയുന്നത് മുനിമാരെ കണ്ടിട്ടാണ്. മുനിമാർക്ക് ഈ താടിയും വളർത്തി ഒരു മരവരി ഉടുത്ത് എവിടെ വേണമെങ്കിലും പോകുമല്ലോ. അപ്പം അത് പരിഷ്കാരം വന്നിട്ടില്ലാത്ത, സംസ്കാരം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ്. അല്ലാതെ ഇത് വലിയ നിസ്സംഗനായ വിരക്തനായ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല അവർ കണ്ടത്. അങ്ങനെ ആദ്യം കണ്ടത് ഇദ്ദേഹമാണ്, ഈ വാറൻ ഹേസ്റ്റിങ്സ്. അങ്ങനെയാണിത്. ഇത് മെക്കാളിയും അതുപോലെ അല്ല, മെക്കാളെ എതിരായിട്ട് പറഞ്ഞതാണ്. നശിപ്പിക്കണമെന്ന് പറഞ്ഞത് ഇതിന്റെ മാഹാത്മ്യം കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ മഹാത്മ്യം എന്ന് പറഞ്ഞുകൂടാ. ഇല്ല, മഹാത്മ്യം എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഒരു സാധാരണ ഷെൽഫിൽ ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. 80 ഗ്രന്ഥങ്ങളാണ് ലോജിക്കിനെ കുറിച്ച് മാത്രമുള്ളത് ഇന്ത്യയിൽ. ഇപ്പോഴും ലോജിക്കിൻ്റെ പഠനം പൂർണ്ണമായിട്ടില്ല യൂറോപ്പിലും ഒന്നും, അല്ലെങ്കിൽ ജർമ്മനിയിലും ഫ്രാൻസിലും
ഇംഗ്ലണ്ടിലൊന്നും പൂർണ്ണമായിട്ടില്ല. അടുത്ത കാലത്ത് അതിന് കൂടുതൽ സംഭാവന ചെയ്ത ആളാണ് അടുത്ത കാലത്ത് അന്തരിച്ചു പോയ വിറ്റ്ഗൻസ്റ്റൈൻ, ലുഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൈൻ. അദ്ദേഹം മാത്തമാറ്റീഷ്യൻ ടേൺഡ് ലജീഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മാത്തമാറ്റിക്സിലെ ചില പ്രോബ്ലംസും അതുപോലെ തന്നെ ലോജിക്കിലെ പ്രോബ്ലംസും ഒക്കെ ചിലത് അദ്ദേഹത്തിന് തനിയെ അഴിച്ചെടുക്കാൻ വയ്യാതെ വന്നപ്പോൾ അദ്ദേഹം അറിഞ്ഞെടുത്തോളം ഇക്കാര്യത്തിലൊക്കെ വളരെ വൈദഗ്ധ്യമുള്ള പഠനമുള്ള റസലിൻ്റെ അടുത്താണ് ചെന്നത്. ആ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയത് പറയൂ, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലാക്കിയതെല്ലാം പറഞ്ഞു അദ്ദേഹം കേട്ട് അത് പഠിച്ചെടുക്കുകയും ചെയ്തു. പിന്നെ ഇദ്ദേഹത്തിനൊരു അവാർഡ് കൊടുക്കേണ്ട സമയം വന്നപ്പോൾ ആചാര്യനും കൂടി വിളിച്ചു. ശിഷ്യന് അവാർഡ് കൊടുക്കുകയാണല്ലോ. അപ്പം അന്ന് ആ അവാർഡ് കൊടുക്കുന്ന ചടങ്ങിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ വിറ്റ്ഗൻസ്റ്റൈനെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറയിപ്പിച്ചിട്ട് ഞാൻ പഠിക്കുകയായിരുന്നില്ല, ഞാൻ അദ്ദേഹത്തിനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പറഞ്ഞു കൊടുക്കാൻ ശക്തനല്ല. അദ്ദേഹം വലിയ പ്രതിഭാശാലിയാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയുന്നയാളാണ്. ലോജിക്കിന് പുതിയ നാമ്പുകൾ ഉണ്ടാകുന്നതിനുള്ള വഴി വെച്ച് കൊടുത്ത ആളാണ്. ആദ്യമൊന്നും അത് പറഞ്ഞിരുന്നില്ല. കാരണം അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സഹവാസം മുറിഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇയാൾക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ വിറ്റ്ഗൻസ്റ്റൈൻ പൊയ്ക്കളഞ്ഞാലോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞ് അതെല്ലാം കേട്ടിട്ട് ഈ ഇദ്ദേഹം ചില നീണ്ട മൂളലുകളൊക്കെ മൂളി, ആ ശരിയാണ്, അങ്ങനെ തന്നെയാണ് അത് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയും എന്നുള്ളതല്ലാതെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തെ തന്നെയാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷേ റസലിനെ പോലെ വലിയൊരാളായതുകൊണ്ട് ഇദ്ദേഹം വളരെ ഭക്തിയോടുകൂടി ഇരുന്നാണ് ഇത് പറയുന്നത്. ഈ റസലിന് ഇത് മനസ്സിലാകുന്നില്ലെന്നുള്ളവരും പുള്ളിക്ക് അന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ റസലിനെ കൊണ്ട് വീണ്ടുമൊക്കെ പറയിപ്പിച്ചിട്ട് ഇദ്ദേഹം പഠിച്ചെടുക്കുകയായിരുന്നു. ഇത് ഈ അവാർഡ് കൊടുക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇദ്ദേഹം പറയുന്നത്. എല്ലാവരും ചിരിച്ചു. ഇതിപ്പോൾ നമ്മുടെ ഇവിടെയാണെന്നിരിക്കട്ടെ, കേരളത്തിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാണെന്ന് പറയാതെ എൻ്റെ മുമ്പിലിരുന്നാണ് ഇതെല്ലാം എഴുതിയത്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതാണ് പിന്നീട് ഇദ്ദേഹം ഗ്രന്ഥമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നേ ഇവിടെയാണെങ്കിൽ പറയുള്ളൂ. മറ്റേ ആൾക്ക് അങ്ങോരുടെ അറിവിനെ സംബന്ധിച്ച് ഒരു ഉറപ്പുള്ളതുകൊണ്ടും സത്യസന്ധരായതുകൊണ്ടും അങ്ങോരത് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും ഓരോ വിഷയത്തിലും ഇത്രയേറെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്കാരത്തിലെ ഗ്രന്ഥ സമുച്ചയത്തെക്കുറിച്ചാണ് ഒരു ഷെൽഫിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഒന്ന്, അവരച്ഛൻ മക്കാളയും ഉണ്ടായിരുന്നു, മകൻ മക്കാളയും ഉണ്ടായിരുന്നു, രണ്ടുപേരും എതിരായിരുന്നു. പിന്നീട് ആണ് അദ്ദേഹം അല്ലാതെ അതിൽ തിരുവിതാംകൂറിലിരുന്ന അതാരായിരുന്നു മക്കാളെ? അല്ല, അത് പ്രസിഡന്റ് അല്ല, ആ മക്കാളെ വേറെയാണ്. അവരൊക്കെ ഒരു കുടുംബക്കാരായിരുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം വന്നിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മൾ ഡൽഹിയിലൊക്കെ അന്ന് ഇത് എന്താണ് ഇതിൻ്റെ സംഗതി എന്നറിയാൻ വന്നിരുന്നത് വളരെ ബുദ്ധിമാനായ ആളായിരുന്നു അദ്ദേഹം. ഇല്ല, മെക്കാളിയുടെ ഒരു പ്രസംഗം, പാർലമെന്റിലെ ഒരു പ്രസംഗം, നമ്മളെ കീഴടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റിലെ കീഴടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ശൈലിയിൽ നമ്മുടെ മുഴുവൻ സംസ്കൃതിയെയും കീഴടക്കി അവരുടെ വസ്ത്രധാരണ രീതിയും ഭക്ഷണ രീതിയും എല്ലാം നമ്മുടേതുപോലെ ആക്കണം. അങ്ങനെ വന്നാലേ ഇന്ത്യയെ കീഴടക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുക, അതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുവരികയും ഫലിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ വന്ന ആളുകൾക്ക്, നമ്മുടെ സംസ്കാരത്തെ പഠിക്കാൻ വന്ന ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആധ്യാത്മികമായ ഒരു കോൺസെൻട്രേഷൻ, സാന്ദ്രത, നിബിഡത, ഈ അനഭിഗമ്യമായ ഒരു നിബിഡത കൊണ്ട് അതിൻ്റെ പാര്യന്തികങ്ങളിൽ സഞ്ചരിച്ച് അവർക്ക് മനസ്സിലായതൊക്കെ അവർ പറഞ്ഞു വെച്ചു. അത് പിന്നീട് തുടർന്നു പോരുകയായിരുന്നു. ഇപ്പോഴും അത് മെയിൻ ധാര അങ്ങനെ തുടർന്നു പോവുകയാണ്. അത്യപൂർവം ആളുകളാണ് അത് സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായ അഭിപ്രായങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിലെ ഒരു സാഹിത്യത്തിലും ഒരു മതഗ്രന്ഥത്തിലും
നായക കഥാപാത്രം ഇത്ര താമസിച്ച് പ്രത്യക്ഷപ്പെടുന്നില്ല. ഇപ്പോൾ യുദ്ധവും സമാധാനത്തിലായാലും, അതുപോലെ നോത്രദാമിലെ കൂനൻ അല്ലെങ്കിൽ പാവങ്ങളിലായാലും, ജീൻ ക്രിസ്റ്റഫ് അതിലായാലും, ഒന്നിലും ലോകത്തിലെ പ്രധാനപ്പെട്ട തോമസ് മെൻ്റെ മാജിക് മൗണ്ടൻ ഏതിലായാലും ഒരു നോവലിലും ബൃഹത്തായ നോവലിൽ ബൃഹദാഖ്യാനം എന്ന് വെറുതെ പറയുന്ന അതൊന്നും ബൃഹദാഖ്യാനമല്ല, ആകെ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ആദ്യ പർവ്വത്തോളമേ ഉള്ളൂ. വ്യാസഭാരതത്തിലെ ആദ്യ പർവ്വത്തോളമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു കൃതി ആയതുകൊണ്ട് ഇത്രയും വലിപ്പമുള്ള കൃതിയില്ല. ഒന്ന്, രണ്ട്, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ള അതിൻ്റെ പുറമേയുള്ള കാഠിന്യം, രചനയുടെ ബാഹ്യകാഠിന്യം എന്ന നിലയിൽ ആയാലും ഏത് തരത്തിൽ സമീപിച്ചാലും അവർക്ക് കടന്നു കയറി ഇതിൻ്റെ സത്ത മനസ്സിലാക്കാൻ വയ്യാത്ത വിധത്തിലുള്ള അനേകം കുരുക്കുകൾ ഇതിനുണ്ടായിരുന്നു. ഗോർഡിയൻ നോട്ട്സ് എന്ന് പറയുന്ന കുരുക്കുകൾ അതഴിക്കാൻ പല ആളുകളും ചക്രവർത്തിമാരും ഒക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. അലക്സാണ്ടർ എന്നപ്പോൾ അലക്സാണ്ടറോടും ചോദിച്ചത് അഴിക്കാമോ, എന്താ ഇതിനിപ്പോൾ പ്രശ്നം എന്താ എന്നാണുള്ളത്. അല്ല, ഇത് ആരും അഴിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. വാളൊരു കണ്ടിതാടത്തേക്ക് ഇട്ട് കൊടുക്കും, ഇതേ കിടക്കണത്. അല്ല, ഇങ്ങനെ അഴിക്കാനല്ല ഉദ്ദേശം, പിന്നെ എങ്ങനെ അഴിക്കാനാണ് ഉദ്ദേശിച്ചത്? അല്ല, കൈ കൊണ്ട്. എനിക്ക് വേറെ പണിയുണ്ട്. ഇതുമേ കിടന്ന് കൈ ആയിട്ട് കിടന്ന് കുസ്തി പിടിക്കാനല്ല. അപ്പോൾ ഇതിലെല്ലാം നായക കഥാപാത്രം എങ്ങനെയും ഒരു 2-3 അധ്യായത്തിനുള്ളിൽ, ചെറിയ അധ്യായത്തിനുള്ളിൽ നായക കഥാപാത്രം വരും. മഹാഭാരതത്തിലാണ് നായക കഥാപാത്രത്തെ കാണാനില്ല. അപ്പം കഥ തുടങ്ങിയത് പുരോഗമിക്കുമ്പോൾ നാം വിചാരിക്കും ഭീഷ്മരാണ് നായകൻ. കാരണം ഈ പിന്നെ ഭാരതവർഷം അല്ലെങ്കിൽ ആര്യാവർത്തം മുഴുവനും പൊടിച്ച് പൊടി പാറിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ശപഥം ചെയ്യുന്നത്. പിന്നെ സത്യവതിയെ അച്ഛൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ ദാശരാജാവിൻ്റെ അദ്ദേഹം താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് സമ്മതം വാങ്ങുന്നത് ദാശരാജാവ് ഇദ്ദേഹത്തെ ഫൂളാക്കി, വിഡ്ഢിയാക്കി മുതലെടുക്കുകയായിരുന്നു. അത് ഇദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് മനസ്സിലായില്ല. ഭീഷ്മർക്ക് മനസ്സിലായില്ല. തന്നെ മുതലെടുക്കുകയാണെന്നുള്ള വസ്തുത മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹം ചെയ്തതുപോലെ ഇത്രയും വലിയ ഡിമാൻഡുകളൊക്കെ വെച്ചപ്പോൾ, ബല സത്യവതിയുടെ ഇത്രയ്ക്ക് കൂട്ടിയപ്പോൾ എന്ത് ചെയ്താൽ മതി? ബലം കൊണ്ട് പിടിച്ചോണ്ട് പോന്നാൽ മതി. കാശിരാജാന്റെ മക്കളെ പിടിച്ചോണ്ട് പോകുന്നതാണല്ലോ. അതും അദ്ദേഹത്തിന് തോന്നിയില്ല ചെറുപ്പത്തിന് തള്ളിച്ചതിൽ. അങ്ങനെയാണ് അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നത്. അപ്പം നമ്മൾ ആദ്യം കാണുമ്പോൾ ഭീഷ്മരെ പോലെ ഒരാൾ, അത്രയ്ക്ക് ഈ ധനുർവേദ പണ്ഡിതൻ, ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ആൾ, വേദങ്ങൾ പഠിച്ചിട്ടുള്ള ആൾ, ഉപനിഷത്തുകൾ പഠിച്ചിട്ടുള്ള ആൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സർവവിദ്യാ പാരംഗതനായ ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ മറ്റെങ്ങും കാണാത്ത അദൃഷ്ടപൂർവമായ ഒരു ഭീമാകാര സ്തംഭം, ഗംഗയുടെ പുത്രൻ എന്നുള്ള ഒരു വലിയ സ്ഥാനം കൂടി അതും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ കൈകൂപ്പി ഇത് തന്നെ നായകൻ എന്ന് വിചാരിക്കും. പിന്നിങ്ങോട്ട് ഇട്ട് വരുമ്പോഴാണ് ഇതല്ല നായകൻ. ഇദ്ദേഹം ഒരു സൈഡിലേക്ക് അങ്ങനെ ഒതുങ്ങി പോവുകയാണ്. ഇദ്ദേഹം നായകനെ അല്ല, രാജാവുമല്ലാതെ ആയിട്ടാണ് പിന്നെ തീരുന്നത്. അപ്പോൾ അദ്ദേഹത്തോടു കൂടി എന്ത് സംഭവിച്ചു? ഈ ചന്ദ്രവംശം എന്ന് പറയുന്നത് ഇല്ലാതെയായി. പിന്നെ വന്ന പാണ്ഡവും ധൃതരാഷ്ട്രവും വ്യാസൻ്റെ മക്കളാണ്. വ്യാസന് ചന്ദ്രവംശമായിട്ട് എന്ത് ബന്ധം? അപ്പം ചന്ദ്രവംശം അവിടെ തീർന്നു ഇയാളുടെ അഹങ്കാരം കൊണ്ട്, ഭീഷ്മരുടെ അഹങ്കാരം കൊണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പഠനത്തിൻ്റെ ഫലമായി ഉണ്ടായ പരിണത പ്രജ്ഞയിൽ നിന്നെടുത്തൊരു തീരുമാനമല്ല, ചെറുപ്പത്തിൻ്റെ തള്ളിച്ചയിൽ നിന്നെടുത്ത തീരുമാനത്തിലാണ് ഈ അച്ഛന് സത്യവതിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധനായത്. അവിടെ ചെന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്താൽ മതിയായിരുന്നു? എന്നാൽ പിന്നെ സത്യവതി ഞാനങ്ങ് വിവാഹം കഴിക്കാം,
അവർക്കും പ്രായം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ആ അപ്പോൾ എന്ന് തീരുമാനം. എന്നിട്ട് അച്ഛനോട് വിവരം പറഞ്ഞാൽ അതില്ല. എന്തായാലും അച്ഛൻ കണ്ട പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ചിലപ്പോൾ രാത്രിയിൽ കിടന്നൊന്ന് കരയുമായിരിക്കും. തലയണയെ അങ്ങനെയാണല്ലോ സിനിമയിൽ കാണുന്നത്. തലയണയെ പൊത്തിപ്പിടിച്ച് കിടന്ന് ഒന്ന് കുലുങ്ങി കരഞ്ഞ് പിറ്റേ ദിവസം വരെ പണിക്ക് പോകും. അതും ചെയ്യാതെ ഈ ഇദ്ദേഹത്തിലൂടെ ഒരു വംശമില്ലാതെയായി പോകുന്ന പണിയാണ് ഇദ്ദേഹം ചെയ്തത്. കാണുമ്പോൾ നമുക്കത് നിസ്സാരമാണ്, കേൾക്കുമ്പോൾ നിസ്സാരമാണ്, വലിയ ആദർശധീരത കൊണ്ട് ചെയ്തതാണെന്നൊക്കെ എന്നൊക്കെ തോന്നുമെങ്കിലും അതുകൊണ്ട് സംഭവിച്ചത് ഈ ചന്ദ്രനിൽ നിന്നും പിന്നെ ബുധനിൽ നിന്നും പിന്നെ ഇളയിൽ നിന്നും പിന്നെ സംജ്ഞയിൽ നിന്നും പിന്നെ ഛായയിൽ നിന്നുമൊക്കെ ഉണ്ടായ വലിയൊരു വംശം, സൂര്യവംശത്തോട് കിടപിടിക്കത്തക്ക ഒരു വംശത്തിൻ്റെ പിന്നീട് ഉയർന്നു വരാൻ വയ്യാത്ത തരത്തിലുള്ള ഒരു മഹാനാശത്തിൻ്റെ ആദിമമായ ബീജം വിതയ്ക്കുകയാണ് ഭീഷ്മർ അതിലൂടെ ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മഹാഭാരതത്തിൻ്റെ കഥയുടെ പ്രധാന ജീവിതത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു. അതാണ് ആധുനികമായ വാക്ക്. അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ ആരും വകവച്ചില്ല. പിന്നെ ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു പാത്രം ഇട്ട് ചെന്നിരുന്നാൽ ശാപ്പാട് കിട്ടും. അവിടെ ചെന്നിരുന്ന് ശാപ്പാട് കഴിക്കാം. പിന്നീടാണ് പാണ്ഡുവും ധൃതരാഷ്ട്രം വരുമ്പോൾ ധൃതരാഷ്ട്ര അന്ധന്മാരെ രാജ്യം ഭരിക്കാൻ അനുവദിക്കില്ലാത്തത് കൊണ്ട് പാണ്ഡുവാണ് പിന്നീട്, അനീമിക്കായ ഒരുത്തനാണ് പിന്നീട്. പാണ്ഡു എന്നുള്ള വാക്കിന് പലയിടത്തും ഈ ശരീരത്തിലൊക്കെ വെളുത്ത നിറമുള്ള എന്ന് ഒക്കെ ആളുകൾ ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പാണ്ഡു എന്ന് പറഞ്ഞാൽ പാണ്ടുള്ളവനെ അല്ല പാണ്ഡു എന്ന് പറയുന്നത്. പാണ്ഡു എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഈസ് അനീമിക്, വൺ ഹൂ ഈസ് അഫക്റ്റഡ് ബൈ ദ ഡിസീസ് ഓഫ് അനീമിക്. അങ്ങനെയാണ്. അല്ല നമ്മൾ സാധാരണ കാണുന്ന പാണ്ഡുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഇത്തിരി അനീമിക്കായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ കൗണ്ട് കുറവാണ് എന്ന് പറയില്ല. അല്ല, ചുവന്ന രക്താണുക്കൾ അത് തന്നെ, അതെ, ചുമപ്പം. പക്ഷേ ഇത് ഹീമോഗ്ലോബിൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിന്. ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ഇത്രയും വീര്യം വരികില്ല. വീര്യം വരികില്ലെന്ന് മാത്രമല്ല, മാദ്രിയുമായി അദ്ദേഹം ദാമ്പത്യധർമ്മത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് മരിച്ചത്, തലപൊട്ടിത്തെറിച്ച് ശാപം കൊണ്ട്. അപ്പം ഇത്തിരി മഞ്ഞ നിറമുണ്ടെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെ അനാരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കേട്ടിട്ട് ചില ആളുകൾ സ്വന്തമായിട്ട് അങ്ങ് ധരിച്ചു ഇയാൾ ഷണ്ടനാണെന്ന്. പാണ്ഡു ഷണ്ടനാണെന്നും പിന്നെ പാണ്ഡുള്ളവനാണെന്നൊക്കെ ധരിച്ചു. അതൊക്കെ അവരുടെ ധാരണപ്പിഴവ് എന്നുള്ളതല്ലാതെ ഈ മുൻകൂട്ടി ആളുകൾ ചില കാര്യങ്ങൾ നിശ്ചയിക്കും. ഇതെല്ലാം എനിക്കറിയാമല്ലോ, അതാണ് അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതറിയാമെന്ന് മുൻകൂട്ടി ധരിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇത് വായിച്ച രാത്രിയിലോ അല്ലെങ്കിൽ സൗകര്യം കിട്ടുമ്പോഴോ വായിച്ച് തുറപ്പിച്ചിട്ട് പോയെന്ന പ്രശ്നമില്ല. അതിനെ മറ്റു കാര്യങ്ങളും അതിൻ്റെ ദൃശ്യമാനതൊന്നും പറയാൻ സാധിക്കില്ല. അതിനിത്തിരി ദൃശ്യകലയെക്കുറിച്ചുള്ള ബോധം വേണം. അതൊന്നും അധ്യാപകർക്ക് സാധാരണഗതിയിൽ കിട്ടില്ല. തുള്ളുന്നത് കണ്ടാലും മതി. അതിപ്പോൾ ഈ പ്രാകൃത കല എന്നുള്ള നിലയിൽ അതിനെയൊക്കെ അത് അപ്പോൾ നാടകം, പുതിയ തരത്തിലുള്ള നാടകങ്ങളാണ് ഏറ്റവും നല്ല നാടകം. എന്നിട്ട് ഉടനെ അങ്ങോട്ട് പോകും ഐസ്ലാൻഡിലേക്ക്. ഇബ്സന്റെ നാടകങ്ങൾ മാത്രമേ നാടകമുള്ളൂ. ഇവിടെ എങ്ങും വേറെ ഒരു സംഗതിയില്ല. വാതിലടച്ചപ്പോൾ അയ്യോ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് പാവയുടെ ഹൗസിൽ അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു എന്നൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ പാണ്ഡുവും നായകനല്ല, അദ്ദേഹം മക്കളുണ്ടാവാതെ തന്നെ അദ്ദേഹം മരിച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തെ നായകനാണെന്ന് പറയാനൊക്കെ ഇല്ല. ദിഗ്വിജയം കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് വിശ്രമിക്കാൻ പോയതാണ്, എന്നിട്ട് തിരിച്ചു വരാൻ. അത് തിരിച്ചു വന്നില്ല. അപ്പോൾ അദ്ദേഹവും നായകനല്ല. പിന്നെ വരുന്നതാണ് ധർമ്മപുത്രർ. ധർമ്മപുത്രരും നായകനല്ലെന്ന് പിന്നീട് മനസ്സിലാകും.
അപ്പോൾ പിന്നെ നായകനാര് എന്നതാണ് ഈ ബൃഹദാഖ്യാനത്തിലെ വലിയ ഒരു രസാത്മകമായ സത്താത്മകമായ ഒരു ഓണ്ടോളജിക്കൽ എൻക്വയറി ഇൻ ടു ദ സീക്രട്സ് ഓഫ് മഹാഭാരതം.